ദീൻദയാൽ ഉത്തർപ്രദേശിന്റെ ബദായൂം ജില്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അവന്റെ അടുത്ത് 30 ഏക്കർ ഫാം ഉണ്ടായിരുന്നു. അതിൽ ഗോതമ്പ്, അരി, ചോളം, പിന്നെ കുറെ തരം പച്ചക്കറികളും വളരുന്നുണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യ, 2 പിള്ളേര്, ഒരു വയസ്സായ അച്ഛനും ഉണ്ടായിരുന്നു. കുട്ടികളെ, മരുമോൾ എവിടെയാ? ഹരിദാസിന്റെ വീട്ടിൽ നിന്ന് ബഹന്തിപ്പൂരിലുള്ള ഹനുമാൻജിയുടെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. വാ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചത് കഴിക്ക്. അപ്പൂപ്പ, എനിക്ക് ഞാൻ കഴിച്ചോളാം. എൻ്റെ ഹനുമാൻജി, എൻ്റെ ക്ലാസ്സിലെ മോണിറ്ററായ ഋഷിക പരീക്ഷയ്ക്ക് തോറ്റു പോവണേ. അവൾക്ക് അല്ലെങ്കിൽ ഇത്തിരി കൂടുതലായിപ്പോ. അവൾ എല്ലാ പിള്ളേരോടും മിണ്ടാതിരിക്കാൻ എപ്പോഴും പറയും. അല്ലയോ ഹനുമാൻജി, ഇംഗ്ലീഷ് ടീച്ചറായ നിധി മാഡത്തിന്റെ സ്കൂളിലെ ജോലി പോകണം. ടീച്ചർ ദിവസവും ഹോംവർക്ക് തരുവാ. എനിക്ക് വീഡിയോ ഗെയിം കളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. നേഹ, രാഹുൽ, ഇതുപോലെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന പ്രാർത്ഥനകൾ ചെയ്യാൻ പാടില്ല. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലത് വരാനും മറ്റുള്ളവർക്ക് നല്ലത് വരാനേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയല്ല. അതേ കുട്ടികളെ, മരുമോള് പറഞ്ഞത് വളരെ ശരിയാ. എനിക്ക് നിങ്ങളെ പോലെ വിദ്യാഭ്യാസമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ ജയിക്കാനും നല്ല ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛാ, ഈ കെട്ടിൽ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? വല്ല നിധിയും വല്ലതും ആണോ? അതിലെന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല മക്കളെ. ഞാൻ റോഡിലൂടെ നടക്കുമ്പോ അതുവഴി പോയിരുന്ന ഒരാളുടെ വണ്ടിയിൽ നിന്ന് വീണതായിരുന്നു. എല്ലാവർക്കും ആഗ്രഹമായിരുന്നു എന്താണ് ആ കെട്ടിന്റെ അകത്തുള്ളത് എന്നറിയാൻ. ആ കെട്ട് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് മൂഫലി ഉണ്ടായിരുന്നു. അല്ല, ഇതില് നിറച്ച് കടലയാണല്ലോ. കഴിക്കാൻ കടലയെങ്കിലും കിട്ടിയല്ലോ. നമ്മുടെ ഗ്രാമത്തിലാണെങ്കിൽ കടല കിട്ടാനേ ഇല്ല. ദീൻദയാലിന്റെ ഭാര്യ സദ്ഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു. ദീൻദയാലോട് അവള് പറഞ്ഞു, ഈ മൂൺഫിലി ഒന്നും നമ്മുടേതല്ല. അതുകൊണ്ട് തന്നെ ഇത് വിൽക്കണം. അതിന്റെ കാശ് നമ്മൾ ദാനം ചെയ്യും. മരുമോള് പറഞ്ഞ ശരിയാ. എങ്കിലും ഒരു ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കണം. ഇതിന്റെ ഉടമസ്ഥൻ ഈ കടല വാങ്ങാനായി നമ്മളെ തിരക്കി ഗ്രാമത്തിൽ വരുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ദീൻദയാലിന്റെ അനിയൻ സുരേഷ് നഗരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവനും 30 ഏക്കർ സ്ഥലവും കിട്ടിയിരുന്നു. പക്ഷെ അവൻ ആ സ്ഥലം വിറ്റ് നഗരത്തിൽ ഒരു പ്ലോട്ട് വാങ്ങി വീട് വെച്ചു. നഗരത്തിൽ വന്ന് സുരേഷിന് അത്ര സുഖമൊന്നും തോന്നിയില്ല. അവന്റെ ഭാര്യ രേഖയ്ക്ക് ഇവൻ എങ്ങനെയെങ്കിലും കുറെ കാശ് കൊണ്ടുവന്ന് അവളുടെ തലയ്ക്ക് മീതെ ഇടണം എന്നായിരുന്നു. അതെ, പുറകിലുള്ള ഓംകാർജിയുടെ വീട്ടിൽ പുതിയ AC വന്നു. ഇവിടെയാണെങ്കിൽ ഒരു AC-യും ഇല്ല. എന്ത് ചൂടാണ്! ഈ ചൂട് കാരണം എന്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ഒരു ജീവിതമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കല്യാണമേ കഴിക്കില്ലായിരുന്നു. പെട്രോളും റേഷനും വാങ്ങണ്ടേ? പിന്നെ ഇൻഷുറൻസിന്റെ തുക, ഇതെല്ലാം കൂടെ കഴിഞ്ഞ എവിടാ കാശ്? പിന്നെ AC എങ്ങനെ വാങ്ങും? നിന്റെ വില കൂടിയ വസ്ത്രങ്ങൾക്കും ബ്യൂട്ടി പ്രോഡക്റ്റിനും നിനക്ക് കാശ് വേണ്ടേ? അയൽപക്കക്കാരുടെ ഒക്കെ വീട്ടിലെ പലവ്യഞ്ജനം ഒക്കെ നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ കടയിന്ന് വാങ്ങുന്നത്. നിങ്ങളുടെ ചേട്ടന് നാട്ടിൽ ഒരു ചെലവും ഇല്ലല്ലോ. നിങ്ങൾ കുറച്ച് സ്ഥലം എന്തുകൊണ്ടാ ചേട്ടനോട് ചോദിക്കാത്തത്? പുള്ളിക്കാണെങ്കിൽ എന്തെങ്കിലും കൂലിവേല ചെയ്ത് ജീവിക്കാമല്ലോ. എനിക്ക് അവകാശപ്പെട്ട ഭൂമി നേരത്തെ തന്നതാ. ഇനിയും എങ്ങനെയാ സഹായം ചോദിക്കുന്നേ? ഇത്ര സത്യസന്ധനായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലേ ഈ നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ കള്ളത്തരവും വെട്ടിപ്പും ഒക്കെ കാണിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഈ ഞായറാഴ്ച നാട്ടിൽ പോയിട്ടേ കുറച്ച് അരിയും ഗോതമ്പും ഒക്കെ കൊണ്ടുപോവാ. ഞായറാഴ്ച ആയപ്പോൾ ദീൻദയാലിന്റെ വീട്ടിൽ അവൻ എത്തി. ചിറ്റപ്പ, നമസ്കാരം. നമസ്കാരം മക്കളെ, നമസ്കാരം. ചേട്ടൻ എവിടെ ചേച്ചി? അദ്ദേഹം അച്ഛനെയും കൊണ്ട് കണ്ണാശുപത്രിയിൽ പോയേക്കുവാ. രാത്രിയിൽ അച്ഛന് ഒന്നും കാണാൻ പറ്റുന്നില്ല. ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. 20 കിൻഡൽ ഗോതമ്പും പിന്നെ ഒരു 20 കിൻഡൽ നെല്ലും വേണം. ഇല്ല, ഇപ്രാവശ്യം കിട്ടത്തില്ല. കഴിഞ്ഞ വിളവിനെടുത്ത സാധനങ്ങളൊക്കെ അങ്ങ് വിൽക്കുകയും ചെയ്തു. മഴയൊക്കെ അല്ലായിരുന്നോ, ഒന്നുമേ കിട്ടിയില്ല. പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിനക്ക് മേടിക്കാൻ പറ്റും. ഞാൻ വാങ്ങാൻ വന്നതല്ല, വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് തരുമോന്ന് ചോദിക്കാൻ വന്നതാ. ഇതെന്താണ് നീ പറയുന്നത്? നിനക്ക് നഗരത്തിൽ നല്ല ജോലിയില്ലേ? പിന്നെ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ 2 പിള്ളേരുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ്റെ മരുന്നിന് തന്നെ നല്ല ചെലവാണ്. നിനക്ക് എല്ലാം കൂടെ തന്നാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാ തിന്നുക? ഞങ്ങൾക്ക് ആകെയുള്ള ഇതാണ്. ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ ചേട്ടനോട് ചോദിക്കാം. ഇവിടെ ഭക്ഷണമുണ്ടോ? ഇല്ലെങ്കിൽ അതും തീർന്നെന്നാണോ?
ഇങ്ങനെ എന്തിനാണ് പറയുന്നത് സുരേഷ്? നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലേ. ഇവിടെ എന്താണോ ഞാൻ ഉണ്ടാക്കുന്നത് അത് തന്നെ ഞാൻ നിനക്കും തരും. എത്ര ദിവസം വേണമെങ്കിലും നിന്നു. ദീൻ ദയാലിന്റെ വീട്ടിൽ വന്ന് സുരേഷ് അവനോട് സംസാരിച്ചു. ദീൻ ദയാലും അവനോട് പറഞ്ഞത് ഗീത പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതിയത് വെറുതെയാണ്. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഞാൻ ഇവിടേക്ക് വരില്ല. നീ ഞങ്ങളോട് പിണങ്ങല്ലേ സുരേഷ്? ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അടുത്ത മാസം ഞങ്ങൾ വൈഷ്ണോദേവിനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. നീയും രേഖയും വരുന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയണം. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാൽ നല്ലതാണ്. ഇല്ല, ഇനി ഈ കുടുംബമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. സുരേഷ് പിണങ്ങി വീട്ടിൽ വന്ന് രേഖയോടെല്ലാം പറഞ്ഞു. അവര് മലയുടെ വശത്തോട്ടല്ലേ പോകുന്നത്. ഇത് നമുക്ക് നല്ലൊരു അവസരമാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നോക്കണ്ട. ജീവിതമൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. നീ അങ്ങ് പോങ്ങോട്ട്. ചേച്ചി, ഇന്നലെ ഞാൻ ചേച്ചിയോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട് നിങ്ങളല്ലാതെ ആരാ ഉള്ളത്? എന്നോട് ക്ഷമിക്കൂ. അത് കുഴപ്പമില്ല സുരേഷ്. ചെറിയവര് തെറ്റ് പറയും. അത് നേരെയാക്കി കൊടുക്കേണ്ടത് വലിയവരുടെ കടമയല്ലേ. ചേച്ചി, നിങ്ങള് എപ്പോഴാ യാത്ര പോകുന്നെന്ന് പറഞ്ഞേ? ഞങ്ങൾ 17-ാം തീയതി മോട്ടോർ സൈക്കിളിലായിരിക്കും പോകുന്നത്. അച്ഛനും മക്കളും ഇവിടെ തന്നെ ഉണ്ടാവും. മക്കൾക്ക് പരീക്ഷ തുടങ്ങുമല്ലേ. ശരി, നിങ്ങൾ തിരിച്ചു വരുമ്പോ ഒന്ന് അറിയിക്കണം. എനിക്ക് പ്രസാദം വാങ്ങാൻ വരാനാ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വൈഷ്ണോദേവി തൊഴാൻ ദീൻ ദയാലും ഗീതയും മോട്ടോർ സൈക്കിളിൽ പോയി. ഒരു മലയിലെത്തിയപ്പോൾ ഒരു ജീപ്പ് അവരെ പിന്തുടരാൻ തുടങ്ങി. ജീപ്പ് അവരുടെ വണ്ടിയിൽ മുട്ടിയതും ദീൻ ദയാലിന്റെ വണ്ടി നേരെ ഒരു കൊക്കയില് വീണു. അടുത്ത ദിവസം സുരേഷ് ദീൻ ദയാലിന്റെ വീട്ടിലെത്തി. ചിറ്റപ്പ, അച്ഛനും അമ്മയും വീട്ടിലില്ല. വൈഷ്ണോദേവിയെ തൊഴാൻ പോയേക്കുവാ. ചിറ്റപ്പൻ എന്തിനാ വന്നേ? ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇനി വരില്ല ഇങ്ങോട്ട്. എന്താ സുരേഷേ, ഇങ്ങനൊക്കെയാണോ കുട്ടികളോട് നീ പറയുന്നേ? അല്ല, ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു ഒരു ജീപ്പും മോട്ടോർ സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ചു. അതിൽ ബൈക്ക് പെട്ടെന്ന് കൊക്കയിലേക്ക് വീണെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാനില്ല. കുറെ ദിവസം രാംദാസ് ദീൻ ദയാലിനെയും ഗീതേനെയും കാത്തിരുന്നു. പക്ഷെ അവര് തിരിച്ചു വന്നില്ല. ഇനിയും കാത്തിരിക്കുന്നത് വെറുതെയാണ് അച്ഛാ. ഇനിയിപ്പോ കൃഷിയൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. പിന്നെ കുട്ടികളുടെ കാര്യവും നടക്കണ്ടേ? അതെ അതെ, ശരിയാ മോനെ, നീ തന്നെ നോക്ക്. ഒരു ദിവസം രാത്രി സുരേഷ് അച്ഛന് ചുമയുടെ മരുന്നെന്ന് പറഞ്ഞ് മയക്കാനുള്ള മരുന്ന് കൊടുത്തു. രാംദാസ് മയങ്ങിപ്പോയപ്പോൾ സുരേഷ് ഈ ഭൂമിയുടെ പത്രത്തിൽ രാംദാസിന്റെ കൈയൊപ്പ് ഇട്ടു. അവന്റെ ഈ കൂർമ്മ ബുദ്ധി കൊണ്ട് അവൻ ആ ഭൂമി അവന്റെ പേരിലാക്കി. എന്നിട്ടവൻ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ദിവസം നേഹയും രാഹുലും അവരുടെ പറമ്പിൽ കളിക്കാൻ പോയി. ഒരു വ്യക്തി അവരെ അവിടെ നിന്ന് ഓടിച്ചു. അല്ല, നിങ്ങളെന്താ ഇവിടെ? പോകൂ. ഈ പറമ്പ് ഞങ്ങളുടെയാ. നേരത്തെ നിങ്ങളുടെ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. നേഹയും രാഹുലും വീട്ടിൽ ചെന്ന് രാംദാസിനോട് എല്ലാം പറഞ്ഞു. രാംദാസ് നാട്ടിലുള്ളൊരു വ്യക്തിയുടെ ഫോൺ എടുത്ത് സുരേഷിനെ വിളിച്ചു. ഫോൺ എടുത്തത് സുരേഷിന്റെ ഭാര്യ രേഖയായിരുന്നു. അല്ല മോളെ, സുരേഷ് അവിടെ ഇല്ലേ? അവൻ എപ്പോഴാ കൃഷിസ്ഥലം വിറ്റത്? അതെ, ഞങ്ങൾ ആ പറമ്പങ്ങ് വിറ്റു. ഇനി എപ്പോഴും വിളിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. കുറച്ചു നാള് കഴിയുമ്പോൾ പിള്ളേരൊക്കെ വലുതാവൂലേ, അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കിക്കോളും. പിന്നെ ഞങ്ങള് വീടൊക്കെ മാറി. ഇനി ഇങ്ങോട്ടും വരാൻ നിക്കണ്ട നിങ്ങള്. പാവം വയസ്സനായ രാംദാസ് ചിന്തയിലായി. എങ്ങനെ ഇനി ഈ 2 പിള്ളേരെ വളർത്തി വലുതാക്കുമെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ജോലിക്ക് പോകണമെന്ന്. അല്ലെങ്കിൽ പിന്നെ എങ്ങനാ മുന്നോട്ട് ഇനി ജീവിക്കുക? വയസ്സന് എന്ത് ജോലി ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ലായിരുന്നു. അവൻ മൂഫലിയുടെ കെട്ടങ്ങെടുത്തു. ഇത് ദീൻ ദയാലിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. എന്നിട്ട് ഈ മൂഫലി തന്നെ വിൽക്കാനായിട്ട് നഗരത്തിൽ വന്നു. പച്ചക്കടല വേണോ? പച്ചക്കടല വേണോ? നല്ല ആദായ വിലയ്ക്ക് പച്ചക്കടല വേണോ? പച്ചക്കടല. അല്ല ചേട്ടാ, കടലയ്ക്ക് കിലോയ്ക്ക് എത്ര? ഈ പച്ചക്കടലയ്ക്ക് കിലോയ്ക്ക് 100 രൂപ. ആ വ്യക്തിയും മൂഫലി കഴിച്ചു നോക്കി. അവനത് ഒരുപാട് ഇഷ്ടമായി. അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മൂഫലിയും അങ്ങ് വാങ്ങി. എന്നിട്ട് രാംദാസിന് 1000 രൂപ കൊടുക്കുകയും ചെയ്തു. 300 രൂപ മാറ്റിവെച്ചിട്ട് 700 രൂപയ്ക്കുള്ള പച്ചക്കടല വീണ്ടും എടുക്കണം. ഈ രീതിയിൽ വേണം പണം ഉണ്ടാക്കേണ്ടത്.
വീട്ടിലേക്ക് തിരിച്ചു വരാൻ രാത്രിയായിരുന്നു. രാംദാസിന് രാത്രിയാണെങ്കിൽ കണ്ണത്ര കാണില്ലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കമ്പിൽ തട്ടി അവൻ താഴെ വീണു. ഒരു വ്യക്തി വന്ന് രാംദാസിനെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ പോക്കറ്റിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റിയെടുത്തു. ആ പതിയെ സൂക്ഷിച്ചു തുടങ്ങണ്ടേ മുത്തശ്ശ? ആ വളരെ ഉപകാരം മോനെ. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാഴ്ചയ്ക്ക് കുറച്ച് കുറവുണ്ട്. അതാ പെട്ടെന്ന് തട്ടി വീണത്. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ രാംദാസ് പോക്കറ്റിൽ കൈയിട്ടു. അയ്യോ, എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് എവിടെ പോയി? ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും ഇല്ലല്ലോ. അയ്യോ, ഇനി കുട്ടികളെ വിശന്ന് കരയുന്നത് കാണേണ്ടി വരുമല്ലോ. അപ്പോഴവിടെ ഒരു താന്ത്രി വന്നു. എന്തു പറ്റി സഹോദര? കരയുന്നത് എന്തിനാ? രാംദാസ് ആ മനുഷ്യനോടെല്ലാം പറഞ്ഞു. പുള്ളിയുടെ സഞ്ചിയിൽ നിന്നും ഒരു കുഞ്ഞു കെട്ടെടുത്ത് രാംദാസിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ കുറച്ച് വിത്തുകളുണ്ട്, ഇതെടുത്തോളൂ. ഇതിൽ നിന്ന് സ്വർണ്ണരൂപത്തിലുള്ള കടലയുണ്ടാകും. പക്ഷേ എനിക്ക് കൃഷി സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഗ്രാമത്തിലൊരു നദിയില്ലേ? അതിനോട് ചേർന്ന് കിടക്കുന്ന തരിശുഭൂമി നിങ്ങളുടെ വീട് പണയപ്പെടുത്തി കുറച്ച് വാങ്ങിക്കുക. അവിടെ ഈ വിത്തുകൾ വിതയ്ക്കുക. രാംദാസ് ആ തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്തു. 7 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ പറമ്പിൽ സ്വർണ്ണ മൂംഫലി വളർന്നു വന്നു. ഈ മൂംഫലി വിറ്റ് അവൻ പണയത്തിന് വെച്ചിരുന്ന വീടും തിരിച്ചെടുത്തു. മുത്തശ്ശ, നമുക്ക് ഇഷ്ടം പോലെ കാശില്ലേ ഇപ്പോ? നമുക്ക് പട്ടണത്തിൽ പോയൊരു സിനിമ കാണാം. രാംദാസ്, നേഹ, രാഹുൽ നഗരത്തിൽ സിനിമ കാണാൻ വന്നു. സുരേഷും രേഖയും അതേ സിനിമാ ഹാളില് സിനിമ കാണാൻ വന്നു. നിങ്ങളുടെ കയ്യില് ഇത്രയും പൈസയൊക്കെ എവിടെന്നാ നഗരത്തിൽ വന്ന് സിനിമ കാണാനൊക്കെ? ചിറ്റപ്പൻ ഞങ്ങളെ പറ്റിച്ചല്ലേ ഞങ്ങളുടെ പറമ്പൊക്കെ മേടിച്ചത്. പക്ഷെ ഞങ്ങളുടെ ഇപ്പൊ ഒരു പറമ്പുണ്ട്, അതിൽ ഞങ്ങക്ക് സ്വർണ്ണ മൂംഫലി കിട്ടും. ഇപ്പൊ ശരിക്കും പറഞ്ഞാ നിങ്ങളാണ് പാപ്പരായത്. സിനിമ കണ്ട് രാംദാസും നേഹയും രാഹുലും വീട്ടിൽ വന്നപ്പോൾ ദീൻ ദിയാലും ഗീതയും വാതിലിന്റെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാ മക്കളെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾ തിരിച്ചു വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾ കൊക്കയിലേക്ക് വീണു, പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാം ഒന്ന് ശരിയായിട്ട് വരാമെന്ന് കരുതി. രാംദാസ് സുരേഷിന്റെ എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും അവരോട് പറഞ്ഞു. സ്വർണ്ണ മൂംഫലിയുടെ കാര്യവും പറഞ്ഞു. ദൈവം ഒരു കൈ കൊണ്ട് എടുത്താൽ തന്നെ എന്താ അടുത്ത കൈ കൊണ്ട് തരുകയല്ലേ? സുരേഷിൽ നിന്നും നമുക്ക് ആ പറമ്പ് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ. ഗീതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു സുരേഷ് ഈ സ്വർണത്തിന്റെ പറമ്പും കൂടെ തട്ടിയെടുക്കാൻ എന്തായാലും വരുമെന്ന്. കെട്ടിലുണ്ടായിരുന്ന എല്ലാ വിത്തുകളും അവർ കുഴിച്ചിട്ട് അവർക്ക് സ്വർണ്ണ മൂംഫലി കെട്ടി അത് വിറ്റ് ആ പൈസ അവർ ബാങ്കിൽ കൊണ്ട് ഇടുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് സുരേഷ് നാട്ടിൽ വന്ന് ഗീതയോട് പറഞ്ഞു, ചേച്ചി, എന്നോട് ക്ഷമിക്കുക ചേച്ചി. ഞാൻ എന്റെ സ്ഥലം വിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വർണ്ണക്കടല കൊണ്ട് കുറെ പണം സമ്പാദിച്ചില്ലേ? സ്വർണ്ണക്കടല ഉണ്ടാവുന്ന കൃഷിസ്ഥലം എനിക്ക് തരൂ. നിങ്ങളുടെ സ്ഥലം 15 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ഞാനൊരു 15 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. ശരി. സുരേഷ് 15 ലക്ഷം രൂപ കൊടുത്ത് ആ പറമ്പ് മേടിക്കുകയും ചെയ്തു. അവൻ കരുതിയത് ആ പറമ്പിൽ എന്തോ മാന്ത്രികമുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ മാന്ത്രികൻ തന്ന ആ വിത്തുകളിലായിരുന്നു മാന്ത്രികം. സുരേഷ് കുറെ വിത്തുകളെടുത്ത് ആ പറമ്പിൽ കുഴിച്ചിട്ടു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. സുരേഷിന് ദേഷ്യം വന്ന് ഗീതയുടെ അടുത്ത് വന്നു. ചേച്ചി, ആ സ്ഥലത്ത് നിന്നൊന്നും കിട്ടിയില്ലല്ലോ. അതിന് ഞങ്ങൾ എന്താണ് വേണ്ടത്? നിന്റെ കർമ്മഫലം കൊണ്ടായിരിക്കും ചിലപ്പോ ദൈവം നിന്റെ കൂടെ നിൽക്കാത്തത്. എന്റെ 15 ലക്ഷം എനിക്ക് വേണം. നീ തന്ന പൈസ ഞങ്ങൾ ചെലവാക്കി കഴിഞ്ഞു. ആ പൈസയുടെ പേരും പറഞ്ഞേ ഞങ്ങളെ ഇനി ശല്യപ്പെടുത്താൻ വരരുത്. ആ പൈസ ഞങ്ങളുടെ തന്നെയല്ലേ. കൂടുതൽ വിളച്ചലെടുത്താലേ ഞാൻ പോലീസിനെ അങ്ങ് വിളിപ്പിക്കും. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അന്ന് ഞങ്ങളെ കൊക്കയിൽ തള്ളിയിട്ട ജീപ്പൊക്കെ നിന്റെ തന്നെയാണെന്ന്. പിന്നെ അച്ഛനെ മയക്കി കിടത്തിയിട്ട് ആ പറമ്പ് നീ നിന്റെ പേർക്കാക്കിയെടുത്തില്ലേ? ഇതെല്ലാം കേട്ട് സുരേഷ് പേടിച്ചു വിറച്ച് തിരിച്ച് നാട്ടിലേക്ക് പോയി. പിന്നെ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടില്ല. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു.
പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ ആ എനിക്കറിയാം, പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്.
എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു.
ഇനി ഇവിടെ ജോലി ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സറാം കെടാമെന്ന് പേരുള്ള ഒരു സന്തോഷകരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ എല്ലാരും സന്തോഷമായി ജീവിച്ചു വന്നു. പിന്നെ കുടുംബം നല്ലോണം പോറ്റി വന്നു. സറാം കെട ഗ്രാമത്തിൽ എല്ലാ വർഷവും എക്സിബിഷൻ നടക്കും. അച്ഛാ അച്ഛാ, എനിക്ക് ആ റെയിൽ വണ്ടി ബൊമ്മ വാങ്ങി തരുവന്നേ. എനിക്ക് ട്രെയിനിൽ കളിക്കാൻ കൊതിയാകുന്നു. വാങ്ങിച്ചു തരുവച്ചാ. ഇവിടെ നോക്കു മോനെ, നിനക്കെന്നെ അറിയാലോ. എന്റെ കയ്യിലുള്ള എല്ലാ കാശും വെച്ചിട്ട് വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഉത്സവത്തിൽ നിനക്ക് പാവകൾ വാങ്ങിട്ട് വരണോ? ഇല്ലച്ചാ, എനിക്ക് ആ ട്രെയിൻ വേണമെന്ന് വെച്ചാൽ വേണം തന്നെ. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ല. ഇപ്പൊ ഞാൻ നിനക്ക് എവിടുന്ന പുതിയ പാവ വാങ്ങിട്ട് വരിക? എങ്ങനെ വാങ്ങിത്തരാൻ പറ്റും? ആ, എനിക്ക് ഓർമ്മ വന്നു. നിന്റെ അമ്മ നിനക്ക് വേണ്ടി വീട്ടിൽ മുമ്പ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. കേട്ടോ നീ? അതെയോ? നേരാണോ? എങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണച്ചാ. സഞ്ജയ് തന്റെ മകൻ ടോണിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നതും ടോണിക്ക് മനസ്സിലായി വീട്ടിൽ ഒരു ബൊമ്മയും ഇല്ല എന്ന്. അവൻ തന്റെ അച്ഛൻ പിന്നെ അമ്മ റൂബയോട് എന്തു പറഞ്ഞെന്നാൽ, അപ്പോ നിങ്ങൾ എപ്പോഴും എന്നോട് നുണ പറയുന്നു. നിങ്ങളും എനിക്ക് ബൊമ്മ വാങ്ങി തരുന്നില്ല, നല്ല തുണിയും വാങ്ങി തരുന്നില്ല. ഗ്രാമത്തിലുള്ളവരൊക്കെ എന്നെ എങ്ങനെ കളിയാക്കുന്നെന്ന് അറിയാമോ? എന്റെ കീറിയ വസ്ത്രം കണ്ടിട്ട് എന്നെ പിച്ചക്കാരൻ പിച്ചക്കാരൻ എന്ന് വിളിക്കുന്നു. ടോണി ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് രൂപയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ അവൾ തന്റെ ഭർത്താവ് സഞ്ജയോട് എന്തു പറഞ്ഞെന്നാൽ, ടോണി പറയുന്നത് നേരാണ്. നമ്മൾ ഇതുവരെ അവന് ഒരു സന്തോഷവും നൽകിയിട്ടില്ല. നല്ല വസ്ത്രങ്ങളും നല്ല ബൊമ്മകളും വാങ്ങിക്കൊടുത്തിട്ടില്ല. എത്ര ദിവസം ദൈവം നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുമെന്ന് അറിയില്ല. ഇതിൽ നമ്മുടെ പുറത്തെ ഒരു കുറ്റവുമില്ല. നീ ഒന്നിനെ പറ്റി വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യാൻ നോക്കാം. പിന്നെ ടോണീന് ഞാനൊരു പാവ്യം ഡ്രസ്സും വാങ്ങിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് സഞ്ജയ് തന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ താൻ വളർത്തുകൊണ്ടിരുന്ന ആടുകളിൽ ഒരു കുട്ടി ആടിനെ കൊണ്ടുപോയി വിറ്റു. മുതലാളി, മുതലാളി, ഇതെടുത്തോളൂ. ഈ ആട് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഇതിന്റെ പേര് ബോളിയാണ്. ഇത് വളരെ നല്ല ആടായിട്ടുണ്ട്. ഇത് നീ എത്രയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്? മാർക്കറ്റിൽ ഇതിന്റെ വില മുഴുവന് 2000 രൂപയാണ്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളാണ്, അതുകൊണ്ട് 1950 തരാം. എന്താ നീ തമാശ കളിക്കണോ സഞ്ജയ്? നീ വെറും 50 രൂപയാണോ കുറവാക്കുന്നത്? അതും ഈ ഗ്രാമത്തിന്റെ ആൾക്കാരന്? നീ മൊത്തം 500 രൂപ കുറവാക്കിയിട്ടുണ്ടാവണം. നീ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്?
എന്നാ ശരി, നിങ്ങൾ അതുപോലെ തന്നെ തന്നേക്ക്. എനിക്ക് ആ പണം തന്നെ ഓക്കെയാണ്. തലവൻ ഉടനെ തന്റെ പോക്കറ്റിൽ നിന്നും 1500 രൂപ കാശെടുത്തു. എന്നിട്ട് സഞ്ജയ്ക്ക് നൽകി. ഇക്കാര്യത്തെക്കുറിച്ച് സഞ്ജയുടെ ഭാര്യ രൂപയ്ക്ക് ഒന്നും തന്നെ അറിയില്ല. ജിക് ബുക്ക് ജിക് ബുക്ക് ജിക് ബുക്ക് ജിക് 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 ജിക്. ഹേയ് അച്ഛാ, എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ഛാ. ആ ശരി, കളിച്ചോളൂ. പക്ഷെ പഠിക്കുന്നത് മറക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ അമ്മ വല്ലാതെ ദേഷ്യപ്പെടും. ഈ ട്രെയിൻ നിങ്ങൾ എപ്പോഴാ ടോണിക്ക് വാങ്ങിക്കൊണ്ട് വന്നേ? നമ്മുടെ ടോണി കരയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വേഗം തന്നെ ആ ബൊമ്മ പോയി ഞാൻ വാങ്ങിട്ട് വന്നത്. പക്ഷെ ഇത്ര പെട്ടെന്ന് കാശിന് നിങ്ങൾ എന്തു ചെയ്തോ? അത് പിന്നെ നമ്മുടെ ബോണീനെ ഞാൻ മുതലാളിനടുത്ത് 1500 രൂപയ്ക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞു. നമുക്ക് പണം ആവശ്യമായിരുന്നു. പിന്നെ ടോണി കരഞ്ഞോണ്ടിരുന്നതല്ലേ. നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയല്ല ചേട്ടാ. നിങ്ങളിപ്പോൾ വ്യാപാരം ചെയ്ത് കാശ് വാങ്ങിട്ട് വന്നു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഒരു പ്രയോജനവുമില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? നമ്മുടെ സ്ഥിതി ഇപ്പൊ ശരിയല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ. ദൈവം എത്ര ദിവസത്തേക്ക് നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമെന്ന് അറിയില്ല. നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് അദ്ദേഹത്തിന് മതിയായില്ലേ? മാസം 1 കഴിഞ്ഞു. സഞ്ജയുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. എന്താ കാര്യം സഞ്ജയ്? ഇന്ന് രാവിലെ തന്നെ നീ ഇങ്ങോട്ട് വന്നിരിക്കണ്ടല്ലോ. മുതലാളി, പണമാണ് ആവശ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വഴി എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ആട് വിറ്റിട്ട് പോന്ന് വിചാരിച്ചു. ആട് വളരെ നന്നായിട്ടുണ്ട് സഞ്ജയ്. ഇതാ നീ ചോദിച്ച കാശ്. മുതലാളി, ആ ആട് ബോളിനെക്കാട്ടും വളരെ കൂടുതലാണ്. നിങ്ങൾ എന്താ 1500 തരുന്നത്? ഇത് വളരെ മോശമാണ് തലവരെ. എടാ, നിനക്ക് ഈ വിലയെ കിട്ടുള്ളൂ. എന്നെക്കാളും വേറെ ആരും നിനക്ക് ഈ നേരത്തിൽ കാശ് തരാൻ സഹായിക്കില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ നീ വിട്ടേക്ക്. ശരി മുതലാളി. തലവൻ സഞ്ജയുടെ അവസ്ഥ മനസ്സിലാക്കി അത് അദ്ദേഹം ഉപയോഗിക്കാൻ നോക്കി. സഞ്ജയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനായില്ല. അദ്ദേഹം സങ്കടത്തോടെ തല കുനിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഈ മാസം വളരെ കഷ്ടമായിട്ടുണ്ട്. പലവ്യഞ്ജന സാധനങ്ങളെല്ലാം വാങ്ങി. പക്ഷെ മറ്റുള്ള ചെലവിന് നമ്മൾ ഇനി എന്തു ചെയ്യും? 2 ആടും കൊണ്ടുപോയി വിറ്റു കഴിഞ്ഞു. ഇപ്പോൾ 1 ബാക്കിയുള്ളത്. മുതലാളി അല്ലാതെ ഈ ആട് വേറെ ആരും വാങ്ങുന്നില്ലല്ലോ. ഈ സ്ഥിതി അയാൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം കുറഞ്ഞ വിലയിലാണ് കാശ് തരുന്നത്. അമ്മേ, ഞാൻ പഠിച്ചു കഴിഞ്ഞു. പുറത്ത് ചെന്ന് കളിക്കട്ടെ അമ്മേ? ആ ശരി മോനെ, ചെല്ല് കളിക്ക്. പക്ഷെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ. ടോണി സഞ്ജയ് രൂപയും സംസാരിക്കുന്നത് കേട്ട് വളരെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ വിഷമത്തോടെ നടന്നുകൊണ്ടിരുന്ന ടോണി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ തേൻകൂട്ടിൽ കല്ലെറിയുന്നത് അവൻ കണ്ടു. ഏട്ടാ, നിങ്ങൾ എന്തിനാ അതിനു മുകളിൽ കല്ലെറിയുന്നത്? തേനീച്ചകൾക്ക് അത് സങ്കടമായിരിക്കില്ലേ? കുട്ടികൾ ടോണി പറയുന്നത് കേൾക്കാതെ ആ തേൻകൂട്ടിൽ കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ തേനീച്ചകൾ അവരെ കൊട്ടാൻ തുടങ്ങി. പിന്നെ അവരവിടെ നിന്നും ഓടി. അപ്പോഴാണ് അവിടെ വനദേവത വന്നത്. അമ്മേ, നിങ്ങൾ ആരാണ്? ഞാൻ വനദേവി. ഞാനും കണ്ടു. നീ ആ കുട്ടികളെ പോലെ തേൻകൂട്ടിലേക്ക് കല്ലെറിഞ്ഞതേ ഇല്ല. പിന്നെ നീ ആ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു ഇത് തെറ്റാണെന്ന്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നീ എന്തെങ്കിലും നിന്റെ ഒരു ആഗ്രഹം ചോദിക്ക്, ഞാൻ അത് നിറവേറ്റി വെക്കാം. ടോണി 1 സെക്കൻഡ് ആലോചിച്ചു. അപ്പോഴാണ് അവന് തന്റെ വീടിന്റെ കഷ്ടം തോന്നിയത്. ഇവിടെ ഞങ്ങൾക്ക് ഇതുപോലെ തേൻകൂട് പോലെ ഒരു വീട് നൽകൂ. അതിൽ ഞാൻ, അമ്മ, പിന്നെ അച്ഛൻ 3 പേരും ഇരിക്കാം. പിന്നെ ഇതിലുള്ള തേൻ വ്യാപാരം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കഷ്ടവും തീരണം. തഥാസ്തു. എന്താ ഇത്? ഈ തേൻകൂട് എങ്ങനെയാ ഒരു വീടായിട്ട് മാറിയത്? ഞാനും അതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തൊരു അത്ഭുതമാണ്. അമ്മേ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഹായ് അമ്മേ, ആ വനദേവി വരം കൊടുത്തതുപോലെ തന്നെ സംഭവിച്ചു കണ്ടോ? ടോണി സഞ്ജയോടും രൂപയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ വനദേവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മൊത്തം കഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തീരാൻ പോവുകയാണ്. അതെ ചേട്ടാ, ഈ തേന് വ്യാപാരം ചെയ്ത നമ്മളുടെ എല്ലാ കഷ്ടങ്ങളും തീരും. ഇനി നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട അച്ഛനമ്മേ. ഇല്ല മോനെ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ നീ കീറിയ തുണി ഇടാൻ ഒരു ആവശ്യമില്ല. ഇനി നീ ബൊമ്മകൾക്ക് വേണ്ടി കരയാൻ ആവശ്യമില്ല. ഇപ്പോൾ നാളെ മുതൽ നിങ്ങൾ ഇത് വിൽക്കാൻ തുടങ്ങിയേക്കോ. സഞ്ജയ് തന്റെ വീടിനു പുറത്തായി തേനിന്റെ കട തുടങ്ങി. പിന്നെ ജനങ്ങൾക്കിടയിൽ തേൻകൂട് വീടിന്റെ കാര്യം തീ പോലെ പടരാൻ തുടങ്ങി. ഒരുപാട് ജനങ്ങൾ വന്നു. എടാ സഞ്ജയ്,
ഇപ്പോഴല്ലേ നീ കുറച്ച് ദിവസം മുമ്പ് ആട് വിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്. അതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ ഈ തേൻകൂട് വീട് കെട്ടിയത്? ഇവിടെ നോക്കൂ മുതലാളി, ഞങ്ങൾക്ക് ആ വനദേവീന്റെ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ തേനും വളരെ നല്ല രുചിയുമുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇത് മരുന്ന് പോലെ ജോലിയും ചെയ്യും. കുറച്ച് ദിവസം മുമ്പാണ് ഇവൻ എൻ്റെ അടുത്ത് ആടുകൾ പാവമായിട്ട് വിറ്റത്. പക്ഷെ ഇപ്പൊ ഇവനെ നോക്ക്. തലവൻ അസൂയയിൽ മനസ്സിനകത്ത് സഞ്ജയിന് വഴക്കു പറഞ്ഞുകൊണ്ടേ പോയി. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് ആ വീട് എങ്ങനെങ്കിലും സ്വന്തമാക്കണം. ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ പണം വരാൻ തുടങ്ങി. നമ്മുടെ എല്ലാ കഷ്ടങ്ങളും എങ്ങനെ പോവാനും തുടങ്ങിയിട്ടുണ്ട്. അതേട്ടാ, ആ വനദേവിയുടെ കരുണ കാരണം തേനും പെട്ടെന്ന് വിൽക്കുന്നു. പിന്നെ ടോണിയും നല്ല സന്തോഷവാനാണ്. അവന്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ നമ്മളൊരു തലവനോട് സംസാരിച്ച് ആ ആടുകൾ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരൂ. ഞാൻ ഇതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നാളെ മുതലാളിനടുത്ത് ഒന്ന് പോയി സംസാരിക്കണം. എന്താ സഞ്ജയ്, എന്താണ് കാര്യം? എപ്പോഴാണ് നിനക്ക് ആ തേൻകൂട് കിട്ടിയോ? പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇല്ല മുതലാളി, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അത് ശരി, എന്താണെന്ന് കാര്യം പറ. മുതലാളി, നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ ആടുകൾ കുറെ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചതാണ്. ശരി, അത് തിരിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ വീണ്ടും എൻ്റെ കയ്യിൽ വിറ്റ് കഴിഞ്ഞാൽ അതെനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ടാവും. ആദ്യം നീ വിറ്റിട്ട് പോയി, പിന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് സമ്മതിക്കണം മുതലാളി, ദയവായിട്ട്. ഞാൻ 2 മടങ്ങ് നിങ്ങൾക്ക് കാശ് തന്നേക്കാം. അതുമാത്രമല്ല, ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ സ്ഥലം വെക്കുന്നുണ്ടോ അല്ലേ? അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. അങ്ങനെയാണോ? സ്ഥലത്തിന് വേണ്ടി വന്നതാണോ? നിനക്കെന്താ കുറെ കാശ് വരുന്നുണ്ടോ സഞ്ജയ്? നല്ലത്. നീ ആടൊക്കെ എത്ര എനിക്ക് വിറ്റോ, നീ ആ കാശ് എന്നെ വാങ്ങിച്ചോളൂ. പിന്നെ ആ സ്ഥലത്തിനെ പറ്റി വിൽക്കാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ നിന്റെ വീട്ടിലേക്ക് തന്നെ വന്നേക്കാം. അത്യാഗ്രഹിയായ അദ്ദേഹം ആടുകൾക്ക് ഡബിൾ മടങ്ങ് കാശ് വാങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം സഞ്ജയ് ഒരു കൈനാട്ടാണെന്ന്. പിന്നെ ഈ കാശ് സഞ്ജയ് അദ്ദേഹം പറ്റിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കുന്നതായിരിക്കും. ഇവിടെ നോക്ക്. നിങ്ങൾ തിരിച്ചെത്തിയോ? തലവൻ എന്താ പറഞ്ഞത്? മുതലാളി സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ ആ ആടിനൊക്കെ 2 മടങ്ങ് കാശും വേണ്ടെന്ന് പറഞ്ഞു. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. അത്യാവശ്യമായ സമയത്ത് മനഃപൂർവ്വം കാശ് കുറച്ചു നൽകി. ഇപ്പോൾ കാശുള്ളപ്പോൾ നമ്മളോട് കരുണ കാണിക്കുന്നു. കൊള്ളാലോ ഇത്. ഇതാണ് തലവര എന്ന് പറയുന്നത്. ഒരു പ്രശ്നമല്ല, നാളെ നമുക്ക് ആ സ്ഥലത്തിന്റെ പേപ്പറും വന്ന് കിട്ടും. നീ പണം എടുത്ത് തയ്യാറായിട്ട് വെച്ചോ. മുതലാളി നാളെ വീട്ടിൽ നമുക്ക് വേഗം തന്നെ ഇവിടെ വന്ന് ചേരും. പിന്നെ ആടുകളും കൊണ്ടുവരും. ഞാൻ കാശ് എടുത്തു വെക്കാൻ ചേട്ടാ. അടുത്ത ദിവസം തലവൻ സഞ്ജയുടെ 2 ആടുകളും പിന്നെ നിലത്തിന്റെ പത്രവും കൊണ്ടുവന്നു. സഞ്ജയ്, മുതലാളി അകത്തേക്ക് വരൂ. രൂപ, മുതലാളിക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു ചായ ഉണ്ടാക്കിട്ട് വാ. എന്റെ പൊന്നോ, ഈ വീട് വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ. വളരെ നല്ലത് മുതലാളി. തരൂ. ഞാൻ എവിടെയാണ് കൈനാട്ട് വെക്കേണ്ടത്? പറയൂ. ഇവിടെയാണ് വെക്കേണ്ടത്. നല്ലോണം വായിച്ചു നോക്കിക്കോ. എന്താ മുതലാളി ഇങ്ങനെ പറയുന്നത്? ഞാനൊരു പഠിക്കാത്തവനല്ലേ. പിന്നെ ടോണിക്ക് ഇന്നും വായിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ആടിനുള്ള കാശ് പണം എടുത്തോളൂ മുതലാളി. സ്ഥലത്തിന്റെ പണവും ഉണ്ട്. ഇതാ എടുത്തോളൂ. പേപ്പർ തന്നേക്ക്. പേപ്പർ ഞാൻ നാളെ തന്നേക്കാം. ഇന്ന് ഇത് ചില പേർക്ക് കാണിക്കാനുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ മുതലാളി. അടുത്ത ദിവസം രാവിലെ സഞ്ജയുടെ വീടിന്റെ വാതിൽക്കൽ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ തലവൻ എല്ലാരോടും ആ പത്രം കാണിച്ചു. ഇപ്പോ ഈ വീട് എനിക്കാണ് സ്വന്തം. ഇന്നലെ തന്നെ ഞാൻ സഞ്ജയനടുത്ത് നിന്ന് പേപ്പറിൽ വാങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം? നിങ്ങൾ എല്ലാരും എന്റെ വീടിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ചേട്ടാ, എന്താ സഞ്ജയ് ചേട്ടാ, നിങ്ങൾ ഈ ദൈവം വരമായിട്ട് തന്നിരിക്കുന്ന വീട് പണത്തിന് ആഗ്രഹിച്ച് നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ വീട് ആർക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടേ ഇല്ല. കള്ളം പറയല്ലേ സഞ്ജയ്. ഇന്നലെ നീ തന്നെയല്ലേ നിന്റെ ഈ പേപ്പറിൽ കൈനാട്ടിട്ട് എനിക്ക് തന്നിരിക്കുന്നത്? നീയല്ലേ തന്നത്? ചേട്ടാ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ഥലമല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിന് വേണ്ടിയുള്ള കാശ് ഞാൻ തന്നല്ലോ. ഇനി കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സഞ്ജയ്. ഇനി നിനക്ക് ഈ വീട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ വീട് നീ എന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ്. നിങ്ങൾ എന്നെ പറ്റിച്ചിട്ടാണ് എന്നെ പറ്റിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് കൈനാട്ട് വാങ്ങിയിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. നീ ഇത് ഒച്ചവെക്കുന്നുണ്ട് ഒരു ഭയണോ ഇല്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് വീട് കാലിയിട്ട് പൊയ്ക്കോ. നാളെ തൊട്ട് ഞാൻ എവിടെയാ നിൽക്കാൻ പോകുന്നത്? സഞ്ജയ്, രൂപയും ടോണിയും കരയാൻ തുടങ്ങി. സഞ്ജയ് വേദന കൊണ്ട് തല കുനിച്ചു നിന്നു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തെറിഞ്ഞു. തലവൻ അടുത്ത ദിവസം ആ വീട്ടിലേക്ക് വന്നു. ആ സഞ്ജയ് ഒരു വലിയ മണ്ടനാണ്. എനിക്ക് പൈസയും തന്നു, പിന്നെ ഒരു നല്ല വീടും കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ ആ വീടിന്റെ കതകു തുറന്ന് അകത്തേക്ക് പോയി. അപ്പോഴാണ് ഒരുപാട് തേനീച്ചകൾ അദ്ദേഹത്തെ കൊത്താൻ തുടങ്ങിയത്. തലവൻ അവിടെ നിന്നും ഓടി. അച്ഛാ, അങ്ങോട്ട് നോക്കൂ. ആ തലവൻ വീട്ടിലേക്ക് കയറിയതും തേനീച്ചകൾ അദ്ദേഹത്തെ കൊത്താൻ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം ചുറ്റി ചുറ്റി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, തലവൻ കയ്യിൽ കൊണ്ടുവന്നില്ലേ ആ പത്രങ്ങൾ, അതും തേനീച്ചകൾ കൊണ്ടു പറക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. ആ വനദേവത നമ്മളെ വീണ്ടും രക്ഷിച്ചു. അതിനുശേഷം തലവൻ മാപ്പ് ചോദിച്ചിട്ട് സഞ്ജയുടെ കാശ് തിരിച്ചു നൽകിയിട്ട് അവിടെ നിന്നും പോയി. അന്നു മുതൽ സഞ്ജയ്, രൂപ പിന്നെ ടോണി സന്തോഷത്തോടെ ആ തേൻകൂട്ട് വീടിൽ താമസിച്ചു.